ശരിക്കതായി ഉമ്മ പുലിനെ കണ്ടിക്കണ് ഉമ്മ എന്നിട്ട് ഇങ്ങോട്ട് അതെന്തിനാണ് അന്നല്ലെങ്കിൽ പുലിക്കല്ല സൂപ്പായിന്ന് പുലി അപ്പുറത്തൊന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അതിനെ കാണുന്നത് ഇവിടെയാണ്. ഞാൻ ഈ സീറ്റിലല്ലേ ഇരിക്കണത്, ഇവിടെയാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്ത് അത്ര അടുത്ത്. പക്ഷെ അവിടെ ഒക്കെ പുലി പറഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ നടന്നു പോണ സ്ഥലമല്ലത്. തന്നെയാണ്. ഇത് മുതുമുലൈ ഫോറസ്റ്റ് ആണ്. നല്ല ഇരുട്ടാണ്, ചുറ്റും ഒരു സൗണ്ടും ഇല്ല. പറഞ്ഞത് ആ കുട്ടനെ കാണുമ്പോ പേടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈസൂർ പോവാണ് ഫാമിലി ആയിട്ട്. ഇന്ന് മൈസൂർ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വോൾസ് വാഗൻ്റെ ജെറ്റയിലാണ് നമ്മൾ പോകുന്നത്. ഗായ്സ്, വോൾസ് വാഗൺ സ്റ്റാർട്ട് ആവണില്ല. ഈ ഒരു ജെറ്റയ്ക്ക് തീരെ മൈസൂർ വരാൻ താല്പര്യമില്ല തോന്നുന്നത്. കാരണം നമ്മൾ കാർ ഷെഡിൽ നിന്ന് പുറത്തിടുന്ന വരെ ആൾക്കൊരു കുഴപ്പമില്ലെന്ന്. ഇപ്പോൾ തീരെ സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് കാർ ഷെഡിൽ തന്നെ ഉന്തി കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ ജെറ്റ മാറ്റിയിട്ട് ഇപ്പോൾ ഇതാ ക്രെറ്റയിലാണ് പോകുന്നത്. ഇനി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 2 മണിയാണ്. മൈസൂർക്ക് ഇവിടുന്ന് ഏകദേശം 240 കിലോമീറ്റർ ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ ഒരു 6.5 മണിക്കൂറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും രാത്രിയാകുവാൻ എത്താൻ. അപ്പോൾ നമുക്ക് എന്തായാലും മൈസൂർ പോവാം. പോകുന്ന വഴിക്ക് നമ്മൾ വൈലത്തൂരുള്ള ആസ്ഥാന ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കുറിക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുന്ന് കർത്തലോ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മിനി പഫ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇവിടുത്തെ മിനി പഫ്സ് ഒരു ചെറിയൊരു പഫ്സാണ്, കുട്ടി പഫ്സാണ്. വലിയ പഫ്സ് കഴിക്കണേക്കാട്ട് ഒരു നല്ല ടേസ്റ്റാണ് ഈ ഒരു മിനി പഫ്സ് കഴിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു മിനി പഫ്സ്. അതുപോലെ തന്നെ ആസ്ഥാന ബേക്കറിത്തെ മടക്ക് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി മടക്കാണ്. നമ്മൾ 40 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഇപ്പോൾ ഇതാ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നാടുകാണി ചുരം എത്തുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ സാഗറിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ ഒരു ഹോട്ടൽ സാഗറത്തെ പൊറാട്ടയും ബീഫ് ഫ്രൈയും അടിപൊളി സംഭവം, മസ്റ്റ് ട്രൈ ആണ്. ഇവിടുത്തെ ബീഫ് ഫ്രൈ നല്ല ചൂടുള്ള ബീഫ് ഫ്രൈക്ക് ഈ ഒരു നാരങ്ങൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്. ഒരു ചൂട് പൊറാട്ട അങ്ങോട്ട് ബീഫിനെ ചുരുട്ടി പിടിച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പൊറാട്ടയും ബീഫും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ചില്ലിയാണ്. അതുപോലെ തന്നെ വേറെ സാലിനിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാടുകാണി ചുരം കയറുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് സൈഡിലായിട്ടാണ് ഹോട്ടൽ സാഗർ വരുന്നത്. ഇവിടുത്തെ ബീഫ് ഫ്രൈയും പൊറാട്ടയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ നാടുകാണി ചുരം കയറിയപ്പോൾ നാടുകാണി ചുരത്തിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. അത്യാവശ്യം നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫോഗി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കാണുന്നത്. റോഡൊക്കെ ഫുള്ള് നനഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നല്ല ആന ഇറങ്ങുന്ന സമയം കേട്ടോ. ഇവിടെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്നുള്ള ബോർഡുകളൊക്കെ കാണാം. അത് കണ്ടതും നമ്മൾ തൊട്ട് സൈഡിലായിട്ട് ഒരു ആനനെ കണ്ടു. ഒരു ആന ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗൂഡല്ലൂർക്ക് 11 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. ശരിക്കതായി. അങ്ങനെ നമ്മൾ കാട്ടിലെത്തിയിട്ടുണ്ട്. മുതുമുലൈ ടൈഗർ റിസർവിലേക്കാണ് കയറുന്നത്. പറഞ്ഞത് ആ കുട്ടനെ കാണുമ്പോ പേടിയാണ്. നമ്മൾ രാത്രി 8 മണിക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഫോറസ്റ്റിലൂടെയുള്ളൊരു റൈഡ്. ഇത് മുതുമുലൈ ഫോറസ്റ്റ് ആണ്. ഒരു വണ്ടികളൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നല്ല ഇരുട്ടാണ്, ചുറ്റും ഒരു സൗണ്ടും ഇല്ല. ഉമ്മ പുലിനെ കണ്ടിക്കണ്. ഉമ്മ എന്നിട്ട് ഇങ്ങോട്ട് അതെന്തിനാണ് അന്നല്ലെങ്കിൽ പുലിക്കല്ല സൂപ്പായിന്ന്. ഒരു മേത്തക്കണ്ട് ചാടിയ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടും. അതന്നെ ഉണ്ടാവുക. ഞാൻ ഫുൾ സ്പീഡിലാണ്ട് പോയില്ലേ. അത് പൂന്ന് കേട്ടപ്പോ ഓടലേ. നമ്മൾ ഫോറസ്റ്റിനുള്ളിലോട്ടുള്ളൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് പുലിനെ കണ്ടത്. ഈ ഒരു ഭാഗത്ത് പുലി ഉണ്ടായിരുന്നു ലാസ്റ്റ് പോയപ്പോൾ. അന്ന് ഞാൻ ബൈക്കിലായിരുന്നു കേട്ടോ. ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുലിനെ കണ്ടത്. ഓഹ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് ഞാൻ പേടിച്ച ഞാനൊരു 100-110 വിട്ട് നേരതാ ഈ ഒരു പലചരക്ക് കടൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് നിർത്തിയത്. ഞാൻ മാത്രമാണ് പോയി കണ്ടിക്കണെന്നുണ്ടെങ്കിൽ പൂച്ച തന്നെ ആവും. അപ്പൊ കണ്ടതുകൊണ്ട് കഴിച്ചില്ലായി. അല്ലെങ്കിലും പൂച്ച വരേനല്ല, പുള്ളിപ്പുലി. പുലിയാണ്, നല്ല സൈസും ഉണ്ട്.
പുള്ളിപ്പുലി എവിടെ സൈസ് വരാ, പുള്ളിപ്പുലി സൈസ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ബൈക്കിലല്ലേ, ആ അജു ബൈക്കിൽ അതുകൊണ്ടാണ് അന്നോട് ഇങ്ങോട്ട് വെക്കാറുണ്ട്. പുലിനെ കണ്ടിരുന്നെങ്കിൽ പുലി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാ. അപ്പൊ അതിനെ കാണുന്നത് ഇവിടെയാണ്. ഞാൻ ഈ സീറ്റിലല്ലേ ഇരിക്കണത്, ഇവിടെയാണ് ഈ കാണുന്നത്. ഇതാ ഈ സ്ഥലത്ത് അത്ര അടുത്ത്. അന്നൊരു ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കോപ്പറം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഹെൽമെറ്റുമ്പോ വെക്കണ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പക്ഷെ അവിടെ ഒക്കെ പുലി എന്നാൽ എങ്ങനെയാണ് ആൾക്കാർ നടന്നു പോണ സ്ഥലമല്ലേ അത്? തന്നെയാണ്. ഇത്ര ആൾക്കാർ നടന്നു പോണ സ്ഥലം. ക്യൂല് നിർത്തിക്കണം നോക്ക്. ബ്ലോക്ക് ചെയ്തേക്കാണ്, വലിയ മാനം ബ്ലോക്ക് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇതാ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ എത്തിയത് നമ്മൾ നേരെ മൈസൂരിലുള്ള ഡോൾഫിൻ ബേക്കറിയിലേക്കാണ് കയറുന്നത്. മൈസൂരിന്റെ ഫേവറേറ്റ് ബേക്കറി ആയിട്ട് ഡോൾഫിൻസ്. ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവരെ മെനു നോക്കുകയാണെങ്കിൽ നമുക്ക് ബർഗേഴ്സും സാൻഡ്വിച്ചും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇവരെ ചാറ്റ്സ് ആണ്. നല്ല നീറ്റാണ്. നമ്മൾ പുറത്തു നിന്നുള്ള ലോക്കലായിട്ടുള്ള ഉന്തുവണ്ടിയിലൊക്കെ വൃത്തി കുറവാകും ചാറ്റ്സ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചാറ്റ്സ് കഴിക്കുമ്പോൾ പാനിപ്പൂരിയും ബേൽപൂരിയും ഒക്കെ വൃത്തി കുറവാകും. പക്ഷെ ഇവിടെ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ടുള്ള, കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പാനിപ്പൂരി കഴിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് ഡോൾഫിൻസ്. ഞാൻ ഇവിടുത്തെ എല്ലാ ചാറ്റ്സും പറഞ്ഞിട്ടുണ്ട്. പാനിപ്പൂരി, ബേൽപൂരി, ദഹിപ്പൂരി, മസാലപ്പൂരി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാനിപ്പൂരിയാണ്. ഇവരെ പാനി അടിപൊളിയാണ്. അതുപോലെ തന്നെ മസാലപ്പൂരിയും അടിപൊളിയാണ്, നല്ല മസാലയാണ്. ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇവരെ ദഹിപ്പൂരി എടുത്ത് പറയണം, കാരണം നല്ല ക്വാളിറ്റി ഉള്ള തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിപൊളി ദഹിപ്പൂരിയാണ്. അപ്പോൾ ചാറ്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവരെ ചാറ്റ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ചാറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ചാറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് 1 ആയിട്ട് ചെയ്തതാണ്. ഇതിന്റെ പാർട്ട് 2 നമ്മൾ അടുത്ത വീഡിയോയിൽ നാളെ മോർണിംഗ് മുതലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.